ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ ടീച്ചറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് പരീക്ഷ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം നോക്കാവേ നമുക്ക്. ഇപ്പൊ എല്ലാ കുട്ടികളും ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടോ? എന്താ ഈ ചിത്രം? നല്ല ഭംഗിയുള്ള നാടാണല്ലേ നിങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങളോട് അപ്പൊ എന്താ ചോദിക്കാന്നറിയാവോ? ഈ ചിത്രം ഭംഗിയായിട്ട് നിറം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നിറം കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അല്ലെ? നല്ല ക്രയോൺസ് ഒക്കെ ആവശ്യമില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്രയോൺസ് ഒക്കെ എടുത്തിട്ട് നല്ല പോലെ നിറം കൊടുക്കണം. നിറം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ നിങ്ങൾ ഇതാ നോക്കിക്കേ. ഇവിടെ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? മരം കാണുന്നുണ്ട് അല്ലെ? മരങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഇതാണ് തെങ്ങ് അല്ലെ? തെങ്ങ്. അപ്പൊ നമ്മൾ കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മരങ്ങളൊക്കെ ആവുമ്പോ സമയത്ത്, ഇലകളൊക്കെ കാണിക്കുന്ന സമയത്ത് അല്ലെ, അതിന് ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള നിറം തന്നെ വേണം നിങ്ങൾ കൊടുക്കാൻ. ഈ പറയുന്ന തെങ്ങിനകത്ത് കൊണ്ടുപോയിട്ട് ചുവന്ന കളർ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ വേണം, പുറത്തൊന്നും ആയി പോവാതെ വേണം നിങ്ങൾ കളർ കൊടുക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പച്ച കളർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അല്ലെ? നല്ല പോലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി ഗംഭീരമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ നോക്കിക്കല്ലേ, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത്? തെങ്ങ് കാണുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ ഒരു വീട് കാണുന്നുണ്ട്. വീടിന്റെ സൈഡിലൂടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അല്ലെ, ഒരു നല്ല ഭംഗിയുള്ള പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അല്ലെ? ഇതാ നോക്കിക്കേ, കുഞ്ഞൊരു പുഴ പോകുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ കുറച്ച് മലകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. കിളികൾ പാറുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളോട് ചോദിക്കും, നാടിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാമോ? അപ്പൊ എന്താ വേണ്ടത്? നിങ്ങളുടെ നാട്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങളുടെ നാടിന്റെ പേര് അല്ലെ? നാടിന്റെ പേരെന്താണെന്ന് നിങ്ങൾ എഴുതണം. പിന്നെ നിങ്ങൾ എന്താ എഴുതണ്ടേ? നിങ്ങളുടെ നാട്ടിൽ കുറച്ച് പ്രകൃതി ഭംഗി ഉണ്ടാവില്ലേ? നിങ്ങളുടെ നാടിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് വേണം നിങ്ങൾ അടുത്തതായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്താ? പ്രകൃതി ഭംഗി. ടീച്ചർ, പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നാട്ടിൽ പുഴയുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ നല്ല വയലുകളുണ്ടോ? നല്ല ഭംഗിയുണ്ടോ അല്ലെ? നല്ല കളകളം ഒഴുകുന്ന കുഞ്ഞരുവികളുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്നല്ലേ? പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇപ്പൊ ഓരോരുത്തരുടെ നാട്ടിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാവത്തില്ലേ? അതൊക്കെ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെ നാട്ടിലും അതൊക്കെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ പറയാത്തത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം അല്ലെ? ഉത്സവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഉത്സവങ്ങളെ കുറിച്ച് അല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് എഴുതാം. ചില നാട്ടിലൊക്കെ അല്ലെ, ഇപ്പൊ തൃശ്ശൂരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് നാട്ടിലെ തൃശ്ശൂർ പൂരം ഉണ്ടാവും, ഒരുപാട് ആനകൾ വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇപ്പൊ നാടിനെ കുറിച്ച്, എന്റെ നാട് നല്ല ഭംഗിയാണ്, എന്റെ നാട്ടിൽ കുറെ മരമുണ്ട്, ഇങ്ങനെ എഴുതുന്നതിലും പകരം മക്കൾ എന്ത് ചെയ്യാതാ നോക്കിക്കേ, ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് എഴുതാൻ എന്ത് ചെയ്യുക? ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അപ്പൊ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.